ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു നല്ല രസമുള്ള നൈറ്റ് ഡിസൈനാണ് നോക്കാൻ പോകുന്നത്. അപ്പം ഇങ്ങനെ നേവി ബ്ലൂ കളറിൽ മഞ്ഞ കോമ്പിനേഷൻ വരുന്ന രീതിയിലൊരു നൈറ്റ് ഡിസൈനാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നൈറ്റ് നെക്കും ഇതൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു തുണി വെച്ചിട്ടാണ് നമ്മളിതിൽ ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് തന്നെ നമുക്ക് ഈ തുണി നല്ല ഭാഗം, അതായത് ഇപ്പോൾ ഞാൻ തിരിച്ചിട്ടാണ് വെച്ചത്, അങ്ങനെയല്ല, നല്ല ഭാഗം നമുക്ക് നേരെ കാണുന്ന രീതിയിൽ തന്നെ ഇങ്ങനെ വെച്ച് കൊടുക്കണം. എന്നിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച നൈറ്റിൻ്റെ പീസും അതിൻ്റെ മുകളിൽ കൃത്യമായിട്ട് വെച്ച് കൊടുക്കണം. ഇതിപ്പം ഫ്രണ്ട് നെക്കിൻ്റെ അളവ് ഞാൻ കട്ട് ചെയ്തിട്ടില്ല, ബാക്ക് നെക്ക് മാത്രമേ കട്ട് ചെയ്തിട്ട് ഫ്രണ്ട് നെക്ക് ആറിഞ്ചാണ് എടുക്കുന്നത്. അത് ഇതിൻ്റെ കൂടെ കട്ട് ചെയ്യാമെന്ന് വെച്ചിട്ടാണ് പിന്നെ രണ്ടും കൂടി ആക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം ഒരു 1/2 ഇഞ്ച് ഇപ്പുറത്തോട്ട് വെക്കണം. നമുക്ക് പിന്നെ ഇത് നൈറ്റിലേക്ക് യോജിപ്പിക്കുമ്പോൾ 1/2 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈ ഒരു സൈഡിൽ കുറച്ചൊന്ന് എക്സ്ട്രാ വെക്കുന്നത്. ബാക്കി എല്ലാ സൈഡിലും നമ്മൾ കറക്റ്റായിട്ട് നൈറ്റി കട്ട് ചെയ്ത പോലെ തന്നെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ നെക്ക് ഇതിപ്പം ബാക്കിൻ്റെ നെക്കിൻ്റെ 3 ഇഞ്ചിൽ മാത്രമേ ഉള്ളത്. ഇപ്പം നമുക്കിത് കംപ്ലീറ്റ് ആയിട്ടൊരു 6 ഇഞ്ച് വരെ ആക്കിയെടുക്കണം. ഇതിപ്പോൾ അതിൻ്റെ ഷോൾഡറിൻ്റെ പൊസിഷൻ ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അതേപോലെ തന്നെ താഴത്തേലും വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു 6 ഇഞ്ച് താഴേക്ക് നമ്മൾ വേണമെങ്കിൽ 2 നെക്ക് ഒന്നിച്ച് തന്നെ ഇപ്പോൾ കട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഡിസൈൻ ചെയ്തതിന് ശേഷം മഞ്ഞത്തുണിയിൽ പിന്നെ നെക്ക് വേണം കട്ട് ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും ഇഷ്ടം പോലെ ചെയ്യാം. എങ്ങനെയായാലും കണക്ക് തന്നെയാണ്. അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം ഇങ്ങനെ അളവെടുത്ത് ഇതിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം നമുക്ക് മാർക്ക് ചെയ്തതിന് ശേഷം വേണം നമുക്ക് ഈ ഇതിൽ നീല പീസുകൾ ഇങ്ങനെ വെച്ച് കൊടുക്കാനുണ്ട്. അപ്പോൾ ഈ നെക്കിൻ്റെ സ്ഥലത്ത് അത് പീസ് ആവശ്യമില്ലാത്തതുകൊണ്ട് തന്നെ നമുക്കിത് ആദ്യം നെക്കിൻ്റെ പൊസിഷൻ ഒന്ന് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് പോകുന്ന ഭാഗത്തിനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ബാക്കി സ്ഥലത്ത് മാത്രം നമ്മൾ ഈ പീസ് കൊണ്ട് ഡിസൈൻ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഈ ഫ്രണ്ട് നെക്കിൻ്റെ അളവിന് കൃത്യമായിട്ട് ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഡിസൈൻ ചെയ്ത് തുടങ്ങാം. ഇതിൻ്റെ ഫുൾ ലെങ്ത്ത് വരുന്നത് 15 ഇഞ്ചാണ് വരുന്നത്. അതായത് നമ്മൾ എക്സ്ട്രാ എടുത്ത പീസിൻ്റെ നീളം വരുന്നത് 15 ഇഞ്ചാണ്. അപ്പോൾ നമുക്ക് മുകളിലൊരു 1/2 ഇഞ്ചും താഴെ ഒരു 1/2 ഇഞ്ചും പോകുമ്പോൾ 14 ഇഞ്ച് നീളത്തിൽ നമുക്ക് ഡിസൈൻ കിട്ടും. അതിനുശേഷം നമുക്ക് ഈ നൈറ്റിയുടെ ബാക്കിയുള്ള പീസ് നീളത്തിൽ, വളരെ നേരിയ വണ്ണത്തിൽ നീളത്തിൽ ഒന്ന് കട്ട് ചെയ്തെടുത്ത് 2 സൈഡും മടക്കിയതിന് ശേഷം ഇങ്ങനെ ക്രോസായിട്ട് മുകളിൽ നിന്ന് താഴെ വരെ എല്ലാ സ്ഥലത്തും വെച്ച് കൊടുക്കണം. നേരത്തെ നമ്മൾ നെക്കിന് കട്ട് ചെയ്തിട്ടുണ്ടല്ലോ, ആ ഭാഗത്തൊഴികെ ബാക്കി എല്ലാ സ്ഥലത്തും ഇങ്ങനെ വെച്ച് കൊടുക്കണം. അപ്പോൾ അത് ആദ്യം ഇങ്ങനെ ജസ്റ്റ് കാണിക്കുന്നതാണ്. നമുക്ക് ശരിക്കും ഇത് വരച്ചിട്ട് തന്നെ വെച്ച് കൊടുക്കണം. ഇല്ലെങ്കിൽ ഇത് ഓരോ തരത്തിലായി പോകും. അതുകൊണ്ട് തന്നെ നമുക്കിത് കൃത്യമായിട്ട് ഇങ്ങനെ ആ കോർണറിൽ നിന്ന് ഈ കോർണറിലേക്ക് നല്ല സ്കെയിലോ അങ്ങനെ എന്തെങ്കിലും വെച്ച് കൃത്യമായിട്ടൊരു സ്ട്രെയിറ്റ് ലൈൻ, ഇങ്ങനെ കുറേ ലൈനുകൾ ഇങ്ങനെ വരച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ വേണം നമ്മളിതിങ്ങനെ ഒന്ന് മടക്കിയിട്ട് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ലൈൻസ് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് ശേഷം നമുക്കിത് ഇങ്ങനെ വെച്ച് കൊടുക്കും. ഇതിപ്പോൾ ക്രോസ് പീസ് ആണെങ്കിൽ നമുക്ക് 2ആയി മടക്കിയിട്ട് ഒരു സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം തിരിച്ചിട്ടിട്ട് അതിൻ്റെ മുകളിൽ ഒരു സ്റ്റിച്ച് കൊടുത്താൽ മതി. ഇതിപ്പോൾ ക്രോസ് പീസ് അല്ല, അതുകൊണ്ട് തന്നെ ഞാൻ 2 സൈഡിലും മടക്കി തയ്ച്ചതിന് ശേഷം ഇതിങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. വളരെ നേരിയ പീസുകളാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിത് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മളെ മെയിൻ ക്ലോത്തിലേക്ക്, അതായത് നമ്മൾ നൈറ്റിയുടെ ക്ലോത്തിലേക്ക് ഇതൊന്ന് വെച്ച് തയ്ച്ച് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഈ ഒരു സൈഡിൽ മടക്കി തയ്ക്കൽ വരും, ഈ സൈഡിൽ ഒരു മടക്കി തയ്ക്കൽ വരും. അത് നമുക്ക് നൈറ്റിലേക്ക് കൊടുക്കുമ്പോൾ അങ്ങ് മടക്കി തയ്ക്കാം. ഇനി അങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ ആദ്യം ഇവിടെ നിന്ന് 1/2 ഇഞ്ച് ഉള്ളിലേക്കാക്കി മടക്കി തയ്ച്ചതിന് ശേഷം നൈറ്റിയിൽ വെച്ച് കൊടുത്താൽ മതി. അതെങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ ഒരു സൗകര്യം പോലെ ചെയ്ത് കൊടുക്കുക. ഇതാണ് നമ്മളെ നൈറ്റി ക്ലോത്ത്. ഇപ്പോൾ ഞാൻ ഇതിലും 6 ഇഞ്ച് നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി 2ൻ്റെ പൊസിഷൻ ഒരുപോലെ വെച്ചതിന് ശേഷം അതിൻ്റെ ഷോൾഡറും കൈക്കുഴി എല്ലാം ഒരുപോലെ വെച്ചതിന് ശേഷം 1/2 ഇഞ്ച് ഇപ്പുറത്തെ സൈഡിലും 1/2 ഇഞ്ച് താഴെയും മടക്കിയിട്ട് ഈ പീസ് നൈറ്റിയിലേക്ക് നമ്മളൊന്ന് ശരിക്കും പതിച്ച് തയ്ച്ചു കൊടുക്കണം. ഇങ്ങനെയാണ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിത് ചെയ്ത് കൊടുത്തിട്ടുമുണ്ട്. അതുപോലെ ബാക്കി എക്സ്ട്രാ വന്ന ആ മഞ്ഞ പീസ്, കഴുത്തിൻ്റെ അവിടെ വന്ന എക്സ്ട്രാ കുറച്ച് പീസ് ഉണ്ട്, അത് കഴുത്തിൻ്റെ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുമുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ എന്തെങ്കിലും എക്സ്ട്രാ ഒരു ഭംഗിക്ക് വേണ്ടി വല്ല ലേസോ എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ ഇപ്പോൾ കൊടുക്കാം, അല്ലെങ്കിൽ ബട്ടൺസാണ് കൊടുക്കുന്നത് പിന്നെ കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ലേസാണ് ഇങ്ങനെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ മഞ്ഞ കളറിലൊരു ലേസ് തന്നെ ആ സ്റ്റിച്ച് കാണാത്ത രീതിയിൽ അതിൻ്റെ മുകളിൽ നിന്നും ഇങ്ങനെ ഒരു ഷേപ്പിൽ വെച്ച് കൊടുത്തിട്ട് തയ്ച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ നെക്ക് ഫിനിഷ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിങ്ങനെ ഈ ഒരു മഞ്ഞ തുണി ഇതിലേക്ക് പിടിപ്പിച്ച് ആ സ്റ്റിച്ച് കാണാത്ത രീതിയിൽ അതിൻ്റെ മുകളിൽ ഇങ്ങനെ പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ നെക്കൊന്ന് ഫിനിഷ് ചെയ്തെടുക്കണം. അത് 1 ഇഞ്ച് വരുന്ന ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഇങ്ങനെ ഇപ്പുറത്തുനിന്ന് തയ്ച്ച് ഉള്ളിലേക്ക് മടക്കി ഒന്ന് തയ്ച്ചു കൊടുത്ത് ഫിനിഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ നൈറ്റി ഡിസൈൻ കംപ്ലീറ്റ് ആവും. അപ്പോൾ കംപ്ലീറ്റ് ആയ ലുക്ക് നമുക്ക് എങ്ങനെയാണ് നോക്കാം. ഇങ്ങനെയാണ് നമ്മുടെ നൈറ്റി ഫിനിഷ് ആയിട്ടാകുമ്പോൾ വരുന്ന ലുക്ക്. നല്ല ഭംഗി, നല്ല കോൺട്രാസ്റ്റ് കളറിലായതുകൊണ്ട് ലേസും എല്ലാം കറക്റ്റ് കളറിൽ വന്നതുകൊണ്ട് നല്ല ഭംഗിയായിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ലൈക്കും ഷെയറൊക്കെ ചെയ്യുക. ഇനി ഇതുപോലെ അടിപൊളി ഡിസൈനിങ് വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്